ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് വാട്സപ്പിൽ എന്നുള്ള 2 ഫീച്ചേഴ്സിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് ആ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കുന്നതെന്ന് ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. നമ്മൾ ഒന്നാമത്തെ ഫീച്ചർ എന്താ വെച്ചാൽ വാട്സപ്പിൽ നമ്മൾ സ്റ്റാറ്റസിൽ ഒരു മ്യൂസിക് ഇടുമ്പോൾ ആ മ്യൂസിക്കിന് നമുക്ക് ഒരു കാസറ്റിൻ്റെ ഉള്ളിലായിട്ട് അങ്ങനെയുള്ള പുതിയ പുതിയ സെറ്റപ്പിൽ നമുക്ക് സ്റ്റാറ്റസ് ഇടാൻ കഴിയും. അതാണ് നമ്മളെ ലിസ്റ്റിൽ ഒന്നാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത്. ഇത് മ്യൂസിക് സെപ്പറേറ്റ് ഇടുമ്പോൾ മാത്രമല്ല ഇത് കിട്ടാൻ, നമുക്കൊരു ഫോട്ടോ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ മ്യൂസിക് കാസറ്റിൻ്റെ രൂപത്തിലോ അങ്ങനെ ഏത് മോഡലിലും നമുക്ക് സെറ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഞാനിത് എങ്ങനെ ചെയ്യാന്നുള്ളതൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളെ സ്റ്റാറ്റസ് എടുത്തതിൻ്റെ ശേഷം ആ മുകളിൽ കാണുന്ന മ്യൂസിക് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു മ്യൂസിക് ആഡ് ചെയ്യുന്നത്, അപ്പോൾ മുകളിൽ കാണുന്ന ആ മ്യൂസിക് തന്നെയാണ് ആഡ് ചെയ്യേണ്ടത്. അത് ആഡ് ചെയ്യുമ്പോൾ നമുക്കിത് കാസറ്റിൻ്റെ രീതിക്ക് കൈകാരം നമ്മളെ സ്റ്റാറ്റസ് കിട്ടിയിട്ടുണ്ടാവുക. നമുക്കിനി ഇത് പല മോഡലിലും ഇത് ചേഞ്ച് ചെയ്യാൻ കഴിയും. ഇനി ഞാൻ എൻ്റെ ഫോട്ടോ ആഡ് ചെയ്തതിൻ്റെ ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം. അങ്ങനെ ഞാൻ എൻ്റെ ഫോട്ടോ എന്തെങ്കിലും ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ മുകളിൽ കാണുന്ന മ്യൂസിക് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്തതിൻ്റെ ശേഷം ഞാൻ നേരത്തെ എടുത്ത മ്യൂസിക് തന്നെയാണ് ഇതിൽ ആഡ് ചെയ്യുന്നത്. അപ്പോൾ അത് ആഡ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഈ കാസറ്റിൻ്റെ രീതിക്കുള്ള ഒരു സ്റ്റിക്കറാണ് കിട്ടുക. നമുക്കിനി ഇത് മാറ്റണമെങ്കിൽ മാറ്റം വരുത്താം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളെ ഫോട്ടോത്തിൽ ആഡ് ചെയ്യൽ. ഇനി ഞാൻ പറയാൻ പോകുന്നത് നമ്മളെ രണ്ടാമത്തെ ഫീച്ചറാണ്. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. നമ്മുടെ ലിസ്റ്റിലെ രണ്ടാമത്തെ ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ ഇൻസ്റ്റാഗ്രാമിൽ മുകളിൽ കാണുന്ന 3 ഡോട്ട് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മളെ ഇൻസ്റ്റാ അക്കൗണ്ട് ലോഗൗട്ട് അടിക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, അടിയിലായിട്ട് കാണുന്നത്. ഇതേ സെയിം ഓപ്ഷൻ നമ്മളെ വാട്സപ്പ് അക്കൗണ്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വാട്സപ്പിൽ നമുക്ക് എങ്ങനെയാണ് നമ്മളെ വാട്സപ്പ് അക്കൗണ്ട് ലോഗൗട്ട് അടിക്കുക എന്നുള്ളതാണ് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ തന്നെ നമ്മളെ വാട്സപ്പ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് വാട്സപ്പിൽ മുകളിലുള്ള 3 ഡോട്ട് ക്ലിക്ക് ചെയ്യുക. 3 ഡോട്ട് ക്ലിക്ക് ചെയ്തതിന് ശേഷം സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുമ്പോൾ മുകളിൽ തന്നെ നമുക്ക് അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ കഴിയും. അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കവിടെ ലോഗൗട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ കഴിയും. അത് ഇപ്പോൾ അടുത്ത് വന്നൊരു ഓപ്ഷനാണ്, ഇത് ആർക്കും അറിയില്ല. അപ്പോൾ നമുക്ക് ഇൻസ്റ്റാ അക്കൗണ്ട് ലോഗൗട്ട് ചെയ്യുന്നത് പോലെ നമുക്ക് വാട്സപ്പ് അക്കൗണ്ട് ലോഗൗട്ട് ചെയ്തിട്ട് വേറെ ഏതെങ്കിലും വാട്സപ്പ് അക്കൗണ്ട് നമുക്ക് ഇത് തുറക്കാൻ കഴിയും. പിന്നെ ഒരേ ഫോണിൽ നമുക്ക് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ചെയ്യുന്ന പോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോൾ കുറേ അക്കൗണ്ടുകളൊക്കെ നമുക്ക് ആഡ് ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ വാട്സപ്പിൽ നമുക്ക് അക്കൗണ്ടുകളൊക്കെ ആഡ് ചെയ്യാൻ കഴിയും. ആവശ്യമുള്ള നേരത്ത് ഏത് വാട്സപ്പ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ കഴിയും. അതെങ്ങനെ സെറ്റ് ചെയ്യാനുള്ള വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. അപ്പോൾ ഇതായിരുന്നു നമ്മൾ അന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കണ്ട. അപ്പോൾ നമുക്ക് ഇനി ഇതുപോലുള്ള പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ ഓക്കെ, ബൈ.